ആലുവയിൽ പീഡനത്തിനിരയായി മരിച്ച കുട്ടിയുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു. എംഎൽഎയും എംപിയും ചേർന്നെടുത്ത് നൽകിയ വാടക വീട്ടിലെ കണക്ഷനാണ് വിച്ഛേദിച്ചത്. ഒരു മാസത്തിലധികമായി ജോലിയില്ലാത്തതിനാൽ വൈദ്യുതി ബില്ല് അടയ്ക്കാതിരുന്നു എന്നാണ് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ വരുന്നുണ്ടോ? ഒരു മാസമായി അദ്ദേഹത്തിന് ജോലിയില്ലായിരുന്നു എന്ന് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഇവരുടെ അവസ്ഥ? പ്രവിധ, ഈ കുടുംബം നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന്, വാടക വീട്ടിൽ നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് എംഎൽഎയും എംപിയും ചേർന്ന് ഒരു വീടെടുത്ത് നൽകുകയും തായ്ക്കാട്ടുകരയ്ക്ക് സമീപം തന്നെ താമസിക്കുകയും ചെയ്തത്. ആ കുട്ടിയെ, ആ 8 വയസ്സുകാരിയെ അടക്കം ചെയ്തതും അതിനടുത്ത് തന്നെ ആയിരുന്നു. ആ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വീട്ടിലെ വൈദ്യുതി കണക്ഷനാണ് ഇന്നലെ വൈകുന്നേരം KSEB ഉദ്യോഗസ്ഥരെത്തി വിച്ഛേദിച്ചത്. ഈ കുട്ടിയുടെ പിതാവുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. ഒരു ജോലി തിരക്കി അദ്ദേഹം ഇപ്പോഴും ആലുവയിലാണുള്ളത്. കഴിഞ്ഞ ഒരു മാസമായി 4 ദിവസമാണ് ജോലി ഉണ്ടായിരുന്നത്. അതിനാൽ ബില്ലടയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ പിതാവ് പറയുന്നത്. ഒരു വീടുൾപ്പെടെ വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. നിലവിൽ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതിനിടയിലാണ് KSEB ആ കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചിരിക്കുന്നത്. നിയമപരമായി KSEBയുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല, പക്ഷേ സർക്കാർ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി താമസിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷനാണ് ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. അതും നമ്മുടെ നാട്ടിലെത്തുകയും ഇവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത ഒരു കുട്ടിയുടെ കുടുംബത്തിനാണ് ആ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയ ഒരു തുകയെന്ന് നമുക്ക് പറയാവുന്ന ഒരു തുകയാണ് ആ KSEB ബില്ലിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതുപോലും അടയ്ക്കാൻ ആ കുടുംബത്തിന് കഴിയുന്നില്ല. ചെറിയ കുട്ടികളടക്കം ഇപ്പോൾ 4 പേർ ആ വീട്ടിലുണ്ട്. അവർ ഉൾപ്പെടെ ഇപ്പോൾ ഈ വൈദ്യുതി ഇല്ലാത്തൊരു ദുരവസ്ഥയിലാണ് അവിടെ ഉള്ളത്. ഏതായാലും KSEB ഉദ്യോഗസ്ഥർക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാണ് അവർ പോയത് എന്ന പിതാവ് പറയുന്നുണ്ട്. ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഇനി KSEBയുടെ ഈ ബില്ല് പോലും അടയ്ക്കാൻ കഴിയൂ എന്നാണ് അവർ അറിയിക്കുന്നത്. പ്രവിധ, ശരി. ആലുവയിൽ പീഡനത്തിനിരയായി മരിച്ച കുട്ടിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒരു മാസത്തിലധികമായി ജോലിയില്ലാത്തതിനാൽ വൈദ്യുതി ബില്ല് അടയ്ക്കാതിരുന്നത് എന്നാണ് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.